സ്വാഗതം മീഡിയസ് ടവറിലേക്ക്. ഗസയ്ക്ക് സൗദിയുടെ കൂടുതൽ സഹായഹസ്തം. അവശ്യവസ്തുക്കളുമായി 60ാമത്തെ വിമാനം ഈജിപ്തിലെത്തി. കിങ് സൽമാൻ റിലീഫ് സെന്ററിന്റെ കീഴിലാണ് സഹായ വിതരണം. വിമാനത്താവളത്തിലെത്തിയത് ഭക്ഷണം, മരുന്ന്, വസ്ത്രം തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങളുള്ള വസ്തുക്കളാണ് എത്തിക്കുന്നത്. ഗസയിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ പദ്ധതികൾ സൗദി നടപ്പാക്കുന്നുണ്ട്. യുദ്ധക്കെടുതിയും കൊടും പട്ടിണിയും കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഗസയിലെ ജനങ്ങൾക്ക് സൗദിയുടെ സഹായം. അവശ്യവസ്തുക്കളുമായി 60ാമത്തെ വിമാനമാണ് കഴിഞ്ഞ ദിവസം ഈജിപ്തിലെ അൽ അറീഷ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. ഭക്ഷണം, മരുന്ന്, വസ്ത്രം തുടങ്ങി അടിയന്തര ആവശ്യങ്ങളുള്ള വസ്തുക്കളാണ് എത്തിയിരിക്കുന്നത്. ഗസയിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സഹായങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ പദ്ധതികൾ സൗദി നടപ്പിലാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സംഘടനകളുമായി ചേർന്ന് $90.35 ബില്യൺ കരാറുകൾ ഒപ്പുവെച്ചു. അടച്ചിട്ട അതിർത്തി കടന്നുള്ള സഹായ വിതരണം മറികടക്കാൻ ജോർദാനുമായി സഹകരിച്ച് വ്യോമമാർഗവും സഹായം എത്തിക്കും. ഓരോ വിമാനത്തിലും 35 ടൺ വീതം അവശ്യ സാധനങ്ങളാണ് ഈജിപ്ത് വഴി ഗസയിലേക്ക് എത്തിക്കുക. സൗദി ഭരണാധികാരിയുടെയും കിരീടാവകാശിയുടെയും പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കിങ് സൽമാൻ റിലീഫ് സെന്ററിന്റെ കീഴിലാണ് സഹായ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. കുവൈറ്റിൽ പുതിയ അമീർ ദിവാൻ കാര്യമന്ത്രിയെ നിയമിച്ചു. ഷെയ്ഖ് ഹമദ് ജാബർ അലി അസബാഹിനെയാണ് കുവൈറ്റ് അമീർ നിയമിച്ചത്. 2020-21 കാലഘട്ടത്തിൽ ഉപപ്രധാനമന്ത്രിയായും പ്രതിരോധ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2011 വാർത്താവിനിമയ മന്ത്രിയായിരുന്നു. റഷ്യയിൽ നിന്ന് പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനാ കപ്പലുകൾ ജിദ്ദ തുറമുഖത്തെത്തി. INS തമാൽ, INS സൂറത്ത് യുദ്ധക്കപ്പലുകളാണ് ജിദ്ദ തീരത്ത് നങ്കൂരമിട്ടത്. സൗദി, ഇന്ത്യൻ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളും ചേർന്ന് ഊഷ്മള സ്വീകരണം നൽകി. സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് സൗദിയിലെ ഇന്ത്യൻ സ്ഥാനപതി പറഞ്ഞു. കപ്പൽ ജീവനക്കാർക്കും സൗദി അതിഥികൾക്കുമായി അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ കഴിഞ്ഞ ദിവസം അത്താഴ വിരുന്നും ഒരുക്കിയിരുന്നു. ദുബായിൽ മയക്കുമരുന്ന് ലഹരിയിൽ വാഹനാപകടമുണ്ടാക്കിയ പ്രതിക്ക് 10,000 ദിർഹം പിഴ. ദുബായ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇയാൾ വാഹനം ബ്യൂട്ടി പാർലറിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ഏഷ്യക്കാരനായ പ്രതിയുടെ ലൈസൻസും 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രവാസി നിക്ഷേപകരുടെയും ബിസിനസ് പ്രമുഖരുടെയും വിദ്യാർത്ഥികളുടെയും സംഗമവേദിയാകാൻ പോകുന്ന മീഡിയ 1 ഫ്യൂച്ചർ സമ്മിറ്റിന് സൗദിയിൽ ഔദ്യോഗിക പ്രഖ്യാപനം. സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 22-ന് ദമാമിലും 23-ന് റിയാദിലുമാണ് ഉച്ചകോടികൾ. മീഡിയ 1 TV പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ എക്സ്പെർട്ടൈസ് മേധാവി മുഹമ്മദ് ആഷിഫ് പ്രഖ്യാപനം നടത്തി. ബിസിനസ് രംഗത്തുള്ളവർക്കായി സൗദിയിൽ മീഡിയ 1 ആദ്യമായി ഒരുക്കുന്ന ഉച്ചകോടിയാണ് ഫ്യൂച്ചർ സമ്മിറ്റ്. ഫ്യൂച്ചർ സമ്മിറ്റിന്റെ പ്രഖ്യാപനം സൗദിയിലെ വൻകിട ബിസിനസ് ഗ്രൂപ്പായ എക്സ്പെർട്ടൈസ് ഗ്രൂപ്പിന്റെ പ്രസിഡന്റും സിഇഒയുമായ മുഹമ്മദ് ആഷിഫ് നടത്തി. എക്സ്പെർട്ടൈസ് ചീഫ് സ്ട്രാറ്റജി ഓഫീസർ മുഹമ്മദ് അൻഷിഫ്, മീഡിയ 1 TV GC's ജനറൽ മാനേജർ സൊവാബ് അലി, സൗദി ബഹ്റൈൻ റീജിയണൽ മാനേജർ ഹസനുൽ ബന്ന എന്നിവർ സന്നിഹിതരായിരുന്നു. സൗദിയിലെ എന്റർപ്രണേഴ്സ്, സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ്, കോർപ്പറേറ്റ് പ്രൊഫഷണലുകൾ, ബിസിനസ് സ്റ്റുഡൻസ്, ഇൻവെസ്റ്റേഴ്സ് എന്നിവർക്കെല്ലാം ഫ്യൂച്ചർ സമ്മിറ്റിൽ പങ്കുചേരാം. Saudi Arabia is one of the fastest growing country in the world. Saudi is rapidly evolving into hub of innovation, technology and business opportunities. As an Indian entrepreneur, it's crucial for us to adopt innovation, digitalization, automation and modern technologies. The Media 1 Future Summit in Dammam and Riyadh is designed to guide us to the right thing the right way, helping our business grow, enhance and succeed in this promising dynamic market. സൗദിയിൽ ബിസിനസ് നടത്തിയവരുടെ അനുഭവങ്ങൾ, പുതിയ സാധ്യതകൾ, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട നിയമവഴികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, ബിസിനസിനെ പോസിറ്റീവായി വളർത്താൻ വേണ്ട ആത്മവിശ്വാസം ഉയർത്തൽ എന്നിവയാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം.
ഇതിനായി ബിസിനസ് രംഗത്തെ പ്രമുഖർ, AI ഉൾപ്പെടെ സാങ്കേതിക മേഖലയിലെ സാധ്യതകൾ പറയുന്ന സെഷനുകൾ, ആത്മവിശ്വാസം ഉണർത്തുന്ന സെഷനുകൾ എന്നിവയുണ്ടാകും. ഒപ്പം സൗദിയിൽ വളരാൻ സാധ്യത തേടുന്ന പ്രത്യേക നെറ്റ്വർക്കിംഗ് അവസരവും ഫ്യൂച്ചർ സമ്മിറ്റ് തുറന്നിടുന്നു. എങ്ങനെയാണ് നമ്മുടെ ഒരു ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്ത് പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുക? നമ്മൾ തുടങ്ങിയിട്ടുള്ള ബിസിനസ്സുകളുടെ ഒരു നവീകരണം എങ്ങനെയാണ് സാധിക്കുക? നമ്മുടെ വീട്ടിലിരുന്ന്, നമ്മുടെ ഓഫീസിലിരുന്ന് നമ്മുടെ എല്ലാ ബിസിനസ്സിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിലേക്കോ നമ്മുടെ ലാപ്ടോപ്പിലേക്കോ എത്തിക്കാൻ കഴിയുക? ഇത്തരം നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ ടെക്നോളജി, AI ഒക്കെ വളർന്നിരിക്കുന്നത്. ആ വളർച്ചയെ എങ്ങനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ അത് നമ്മുടെ ബിസിനസ്സിൻ്റെ വളർച്ചയെ സഹായിക്കും എന്ന രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായ അവതരണങ്ങളും ചർച്ചകളും, അതുപോലെ തന്നെ ഈ രംഗത്ത് നേരത്തെ തന്നെ പരിചയസമ്പന്നരായ, എക്സ്പീരിയൻസ്ഡായ ആളുകളുടെ അനുഭവ വിവരണങ്ങളുമൊക്കെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മീഡിയ വണ്ണിൻ്റെ ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബിസിനസ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി മലയാളികളെ സംബന്ധിച്ചിടത്തോളം, അതൊരിക്കലും അവരത് മിസ് ചെയ്യപ്പെടരുത് എന്നാണ് മീഡിയ വൺ ആഗ്രഹിക്കുന്നത്. മലയാളികൾക്ക് ഒന്നിച്ചു വളരാനുള്ള സാധ്യതകൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുക എന്നത് ഫ്യൂച്ചർ സമ്മിറ്റിന്റെ സവിശേഷതയാകും. അതേസമയം അതിഥികളായി സൗദി പ്രമുഖരുമുണ്ടാകും. സൗദിയിലെ ഔദ്യോഗിക ഇന്ത്യൻ ചാനലായ മീഡിയ വൺ ഒരുക്കുന്ന ഈ ഉച്ചകോടിയിലേക്ക് രജിസ്ട്രേഷനിലൂടെയാണ് പ്രവേശനം. കോബാറിൽ സെപ്റ്റംബർ 22 വൈകിട്ട് 3 മുതൽ രാത്രി 11 വരെ ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്താണ് വേദി. റിയാദിൽ സെപ്റ്റംബർ 23 വൈകിട്ട് 3 മുതൽ രാത്രി 11 വരെ ഹോട്ടൽ വോക്കോയാണ് വേദി. മീഡിയ വൺ, റിയാദ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തി. ഇതോടെ ഗൾഫ് കറൻസികളുമായുള്ള രൂപയുടെ വിനിമയ നിരക്ക് കുത്തനെ ഉയർന്നു. ദിർഹമിന്റെ മൂല്യം ചരിത്രത്തിൽ ആദ്യമായി ഇന്ന് 24 രൂപ പിന്നിട്ടു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച 50% തീരുവ പ്രാബല്യത്തിൽ വന്നതോടെയാണ് രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞത്. തീരുവ കയറ്റുമതി മേഖലയെ ബാധിക്കുമെന്ന ആശങ്ക രൂപയ്ക്ക് തിരിച്ചടിയായി. ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ പിന്മാറുന്ന പ്രവണതയും ഡോളറിന് ആവശ്യമേറിയതും മൂല്യമിടിവിന് ആക്കം കൂട്ടി. ഡോളറിന് 88 രൂപ 22 പൈസ എന്ന നിലയിലേക്ക് മൂല്യം താഴ്ന്നതോടെ ഗൾഫ് കറൻസികളുമായുള്ള വിനിമയ നിരക്കിലും വലിയ മാറ്റമുണ്ടായി. ഒരു UAE ദർഹമിന് ആദ്യമായി 24 രൂപ കടന്ന് 24 രൂപ 1 പൈസ എന്ന നിലയിലാണ് വ്യാപാരം അവസാനിച്ചത്. 24 രൂപ 4 പൈസയിലേക്ക് വരെ മൂല്യം പോയിരുന്നു. സൗദി റിയാൽ 23 രൂപ 51 പൈസയായി. ഖത്തർ റിയാൽ 24 രൂപ 23 പൈസയായി. ഏറ്റവും മൂല്യമുള്ള കുവൈറ്റ് ദീനാറിൻ്റെ മൂല്യം 288 രൂപ 64 പൈസയിലെത്തി. ഒമാനി റിയാൽ 229 രൂപ 36 പൈസയിലേക്കും ബഹ്റൈൻ ദീനാർ 233 രൂപ 92 പൈസയിലേക്കും മാറി. പ്രവാസികൾക്ക് കുറഞ്ഞ ഗൾഫ് കറൻസി നൽകിയാൽ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ പണം നാട്ടിലേക്ക് അയക്കാൻ രൂപയുടെ കുറഞ്ഞ മൂല്യം വഴിയൊരുക്കും. നാട്ടിൽ ബാങ്ക് ലോണും മറ്റും അടച്ചുവീട്ടാനുള്ള പ്രവാസികൾക്ക് വിനിമയ നിരക്ക് വർധന ആശ്വാസകരമാണ്. പുതിയ സാഹചര്യത്തിൽ രൂപയുടെ മൂല്യം ഇനിയും ഇടിഞ്ഞേക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മീഡിയ വൺ, ദുബായ്. കുവൈറ്റിൽ നിയമവിരുദ്ധ പണക്കൈമാറ്റത്തിൽ ഏർപ്പെട്ട 8 പേരെ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ 2 കുവൈറ്റുകളും 6 ഈജിപ്തുകാരുമാണ്. 28 കമ്പനികളുടെ ലൈസൻസ് ദുരുപയോഗം ചെയ്ത് അനധികൃത ഇടപാടുകൾ നടത്തിയെന്നും വ്യാപാരികളുമായി ചേർന്ന് വലിയ തോതിൽ പണം കൈമാറിയെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇത്തരം പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കും ബാങ്കിംഗ് സംവിധാനത്തിനും ഭീഷണിയാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റിൽ വ്യാജ വർക്ക് പെർമിറ്റ്, വിസ, അനധികൃത ഹവാല, പണ കൈമാറ്റം എന്നിവയിൽ ഏർപ്പെട്ട 3 സംഘങ്ങളെ പോലീസ് പിടികൂടി. വിവിധ കേസുകളിലായി 20-ലധികം പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 382 തൊഴിലാളികളെ അനധികൃതമായി റിക്രൂട്ട് ചെയ്ത് ഓരോരുത്തരിൽ നിന്നും 800 മുതൽ 1000 ദിനാർ വരെ ഈടാക്കിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി. ഇത്തരം കുറ്റകൃത്യങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്നുവെന്നും ശക്തമായ നടപടി തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. മയക്കുമരുന്ന് കടത്തിന് ഇന്റർപോൾ തിരയുന്ന കുറ്റവാളി ദുബായ് പോലീസിന്റെ പിടിയിൽ. ഇന്റർപോൾ റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ച പ്രതിയാണ് പിടിയിലായത്. കള്ളപ്പണം വെളുപ്പിക്കൽ, ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ എന്നീ കുറ്റങ്ങളും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പ്രതിയെ UAE ആഭ്യന്തര മന്ത്രാലയം നെതർലാൻഡ്സിന് കൈമാറി. സൗദിയിൽ മസ്ജിദുകളിൽ നിന്നും വൈദ്യുതി മോഷണം വ്യാപകമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം 3 ഇടങ്ങളിലാണ് വലിയ തോതിലുള്ള വൈദ്യുതി മോഷണം കണ്ടെത്തിയത്. പിടികൂടുന്നവർക്കെതിരെ കടുത്ത നടപടികളാണ് സ്വീകരിക്കുന്നത്.
മസ്ജിദുകളെ കേന്ദ്രീകരിച്ചാണ് വൈദ്യുതി മോഷണം. സ്ഥാപനങ്ങളിലേക്കും വീട്ടാവശ്യത്തിനുമായി വൈദ്യുതി മോഷ്ടിച്ച കേസുകളാണ് പിടികൂടിയത്. ഏറ്റവും ഒടുവിലായി മോഷണം പിടികൂടിയത് ജീസാനിലാണ്. ജീസാൻ പ്രവിശ്യയിലെ സൊബ്യയിലാണ് വിദേശി പിടിയിലായത്. തൊട്ടടുത്തുള്ള മസ്ജിദിൽ നിന്നും വീട്ടാവശ്യത്തിനായാണ് ഇയാൾ വൈദ്യുതി മോഷ്ടിച്ചത്. ഭൂമിക്കടിയിലൂടെ ചാൽക്കീറി കേബിൾ വലിച്ചായിരുന്നു മോഷണം. കഴിഞ്ഞ ദിവസങ്ങളിൽ റിയാദിലും സമാന കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. 2 പള്ളികളിലായിരുന്നു റിയാദിലെ മോഷണം. വലിയ രീതിയിലുള്ള വൈദ്യുതിയാണ് മോഷ്ടിച്ചത്. സൂപ്പർ മാർക്കറ്റ്, 3 നിലകളുള്ള സ്കൂൾ എന്നിവയാണ് വൈദ്യുതി മോഷ്ടിച്ചത്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, ഉയർന്ന വൈദ്യുതി ആവശ്യമായ ഉപകരണങ്ങൾ തുടങ്ങിയവയാണ് സൂപ്പർ മാർക്കറ്റ് മോഷ്ടിച്ചത്. പള്ളിയുടെ വൈദ്യുതി മീറ്ററിൽ നിന്ന് നേരിട്ടായിരുന്നു മോഷണം. 3 നില പ്രവർത്തിക്കാൻ ആവശ്യമായി വരുന്ന മുഴുവൻ വൈദ്യുതിയുമാണ് സ്കൂൾ സമീപത്തെ പള്ളിയിൽ നിന്നും മോഷ്ടിച്ചത്. പള്ളിയുടെ കവാടമടക്കം സ്കൂൾ കയ്യേറിയതായും പരിശോധനയിൽ കണ്ടെത്തി. ഇസ്ലാമികകാര്യ മന്ത്രാലയത്തിന്റെ പരിശോധനയിലാണ് മോഷണം കണ്ടെത്തിയത്. വൈദ്യുതി മോഷണവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ കൂടുതൽ പരിശോധിച്ചു വരികയാണ്. അന്വേഷണങ്ങൾ പൂർത്തിയാക്കി ഉടൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. മുബാറക് അൽ കബീറിൽ ഉപേക്ഷിക്കപ്പെട്ട 18 വാഹനങ്ങൾ നീക്കം ചെയ്തതായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ശുചീകരണ ക്യാമ്പയിനിൽ സ്ക്രാപ്പ് കാറുകൾ, ബോട്ടുകൾ, ഹെവി മെഷീനറികൾ എന്നിവയും നീക്കം ചെയ്തു. 54 വാഹനങ്ങൾക്കും വാണിജ്യ കണ്ടെയ്നറുകൾക്കും നീക്കം ചെയ്യൽ നോട്ടീസുകൾ നൽകിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾ തടയാൻ എല്ലാ ഗവർണറേറ്റുകളിലും പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ പൗരത്വം പിൻവലിക്കൽ, ബിദോൺ പ്രശ്നം, പ്രവാസി തൊഴിലാളികളുടെ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സുതാര്യമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഹ് വ്യക്തമാക്കി. അന്യായമായി പൗരത്വം നേടിയവർക്കെതിരെ നടപടി തുടരുന്നുവെന്നും 2005-ൽ 900 പേരിൽ നിന്ന് പൗരത്വം പിൻവലിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്വകാര്യ മേഖലയിലെ പ്രവാസികൾക്കായി എക്സിറ്റ് പെർമിറ്റ് സംവിധാനം തുടരും. കള്ളപ്പണക്കാർക്കും മയക്കുമരുന്ന് കള്ളക്കടത്തുകാർക്കുമെതിരെ ശക്തമായ നടപടി തുടരുമെന്നും മന്ത്രി ഉറപ്പു നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് ഷാദിഖ് അലി ശിഹാബ് തങ്ങൾ അടുത്തയാഴ്ച സലാലയിലെത്തുന്നു. സെപ്റ്റംബർ 6 ശനിയാഴ്ച വൈകിട്ട് 7:30 സലാല KMCC ലുബാൻ പാലസ് ഹാളിൽ ഒരുക്കുന്ന സ്നേഹസംഗമത്തിൽ അദ്ദേഹം സംബന്ധിക്കും. സ്വാമി ആത്മദാസയമി, നാസർ ഫൈസി കൂടത്തായി എന്നിവരും പങ്കെടുക്കുമെന്ന് KMCC ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. എലൈറ്റ് റെസ്റ്റോറന്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ KMCC പ്രസിഡന്റ് VP അബ്ദുൽ സലാം ഹാജി, റഷീദ് കൽപ്പറ്റ, ഷംസീൽ കൊല്ലം തുടങ്ങിയവർ സംബന്ധിച്ചു. സൗദിയുടെ വിവിധയിടങ്ങളിൽ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. വിവിധ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ. തിരുവാതിരയടക്കം വ്യത്യസ്ത ഓണപരിപാടികളോടെ റിയാദ് OICC കൊല്ലം ജില്ലാ കമ്മിറ്റി റിയാദിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. തിരുവോണം ഇങ്ങ് എത്തുന്നതിന് മുന്നേ തന്നെ സൗദി മലയാളികളുടെ ഓണാഘോഷം തുടങ്ങിയിരിക്കുകയാണ്. റിയാദ് OICC കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഓണപ്പാട്ടും ഓണസദ്യയും ഓണപ്പൂക്കളവുമായി നിരവധി ആഘോഷ പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സൗദിയിൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. വിവിധ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ. വ്യത്യസ്ത ഓണപരിപാടികളോടെ റിയാദ് OICC കൊല്ലം ജില്ലാ കമ്മിറ്റി റിയാദിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. തിരുവാതിര, ഓണപ്പാട്ട്, ഗ്രൂപ്പ് ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയവ ആഘോഷങ്ങളുടെ ഭാഗമായി. പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര ഉദ്ഘാടകനായി. വിവിധ സംഘടനാ പ്രതിനിധികൾ ചടങ്ങിന്റെ ഭാഗമായി. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നിട്ടുള്ള ഈ ഒരു ആപ്തവാക്യം സമന്വയമാക്കുവാൻ വേണ്ടിയിട്ട് പ്രവാസികളുടെ കേന്ദ്രമായ റിയാദിൽ OICC കൊല്ലം ജില്ലാ കമ്മിറ്റി നടത്തുന്ന ഓണ വിരുന്നിലേക്ക് എല്ലാവരെയും എത്തിച്ചേർന്നതിൽ വളരെ ഹാർദവമായി സന്തോഷിക്കുകയാണ് ഞങ്ങൾ. ബാലുക്കുട്ടൻ, നിസാർ പള്ളികശ്ശേരിയിൽ, ഷംനാഥ് കരുനാഗപ്പള്ളി, അലക്സ് കൊട്ടാരക്കര, കുഞ്ഞിക്കുമ്പള, റഹ്മാൻ മുനമ്പത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. വരും ദിവസങ്ങളിലും സൗദിയിലുടനീളം ഓണാഘോഷ പരിപാടികൾ തുടരും. റിയാദിൽ നിന്നും കണ്ണൻ നിലമ്പൂരിനൊപ്പം മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1.
ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് കാസർഗോഡ് ആരംഭിക്കുന്ന ബഹുമുഖ പദ്ധതിക്ക് പിന്തുണ തേടി മജീഷ്യൻ ഗോപിനാഥ് മുതുകാർ. പദ്ധതിയുടെ ഭാഗമായി M-Cube എന്ന പേരിൽ ദോഹയിൽ മാജിക് മ്യൂസിക് ഷോ അരങ്ങേറും. സെപ്റ്റംബർ 19-നാണ് പരിപാടി. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന പേരിലുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രത്തിന്റെ ആദ്യഘട്ടം അടുത്ത വർഷം ആദ്യം പൂർത്തിയാകുമെന്ന് മുതുകാട് പറഞ്ഞു. കാസർഗോഡിൻ്റെ മണ്ണിലൊരു വലിയ പ്രോജക്റ്റ് നിലവിൽ വരാൻ പോവുകയാണ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ് ആ പ്രോജക്റ്റിൻ്റെ പേര്. തിരുവനന്തപുരത്ത് സക്സസ്ഫുൾ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൻ്റെ ഒരു ഹൈ മോഡലാണ് അവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഖത്തർ എന്നും ഇത്തരം കാര്യങ്ങളോട് ഒരുപാട് ഡിസബിലിറ്റി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു രാജ്യമാണ്. പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് M-Cube എന്ന പേരിൽ മ്യൂസിക്, മാജിക്, മോട്ടിവേഷൻ എന്നിവ സമന്വയിപ്പിക്കുന്ന ഷോ സംഘടിപ്പിക്കുന്നത്. വക്രയിലെ ഡൽഹി പബ്ലിക് സ്കൂൾ പരിപാടിക്ക് വേദിയാകും. ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ ഒരു 3 മണിക്കൂറിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ് അത്. അവിടെ നിന്നുള്ള നമ്മൾ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളും വരുന്നുണ്ട്. ഫാത്തിമ അൻഷി എന്ന് പറയുന്നൊരു മോളുണ്ട്, ആദിത്യ സുരേഷ് ഉണ്ട്. 2 പേര് രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിയിട്ടുള്ള കുട്ടികളാണ്. സിനിമാ സംവിധായകൻ പ്രിജേഷ് സെൻ, ഇവന്റ് കൺവീനർ മൻസൂർ മൊയ്തീൻ, ഷംസീർ ഹംസ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. ബഹ്റൈൻ മലയാളി വനിതകളുടെ കൂട്ടായ്മയായ മലയാളി മോംസ് മിഡിൽ ഈസ്റ്റിന്റെ ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ 26-ന് നടക്കും. അദ്രിയയിലെ കാൾട്ടൺ ഹോട്ടലിൽ നടക്കുന്ന ആഘോഷത്തിൽ വിവിധ സാംസ്കാരിക പരിപാടികളും മത്സരങ്ങളും ഓണസദ്യയും ഒരുക്കും. ബഹ്റൈനിൽ ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ 500ഓളം അത്യാധുനിക സ്മാർട്ട് ക്യാമറകൾ സ്ഥാപിക്കാനൊരുങ്ങി ബഹ്റൈൻ ഗതാഗത മന്ത്രാലയം. ഈയിടെ പരിഷ്കരിച്ച ഗതാഗത നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിയമലംഘനങ്ങൾ പകർത്തി തത്സമയം തന്നെ പിഴ ചുമത്തുവാൻ ശേഷിയുള്ള ക്യാമറകളായിരിക്കും സ്ഥാപിക്കുക. റോഡ് സുരക്ഷ ഉറപ്പുവരുത്താൻ പുതിയ സ്മാർട്ട് ക്യാമറ നിരീക്ഷണവും തുടർ നടപടികളും ശക്തമാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സൗദി അറേബ്യയിലെ ജനപ്രിയ ഫാസ്റ്റ് ഫുഡ് ശൃംഖലയായ ഹാംബർഗിനി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് തകർന്നു. കഴിഞ്ഞ വർഷമുണ്ടായ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് കമ്പനിയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയായിരുന്നു. റിയാദിലെ കോടതി കമ്പനിയെ പാപ്പരായി പ്രഖ്യാപിച്ചതോടെ ആസ്തികൾ വിറ്റ് കമ്പനി കടം വീട്ടേണ്ടി വരും. 2013-ൽ റിയാദിൽ ആരംഭിച്ച ബർഗർ ഫാസ്റ്റ് ഫുഡ് ചെയിനാണ് ഹംബർഗിനി. 57 ശാഖകളുമായി സൗദിയിൽ ഏറ്റവും വേഗത്തിൽ വളർന്ന ബർഗർ ബ്രാൻഡുകളിൽ ഒന്ന്. 1000-ലേറെ പേർ നേരിട്ടും അല്ലാതെയും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം 2024-ലുണ്ടായ ഭക്ഷ്യവിഷബാധയാണ് ഇപ്പോൾ കമ്പനിയെ സാമ്പത്തികമായി തകർത്തത്. റിയാദിലെ ഒരു ബ്രാഞ്ചിലെ മയോണൈസിൽ നിന്നും ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം ബാക്ടീരിയ സൃഷ്ടിച്ച ഭക്ഷ്യവിഷബാധ 75 പേരെ ആശുപത്രിയിലാക്കി. ഒരാൾ മരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ശാഖകളെല്ലാം അധികൃതർ അടച്ചുപൂട്ടി, സേവനങ്ങൾ നിർത്തി, ഉൽപ്പന്നങ്ങൾ പിൻവലിച്ചു. മയോണൈസ് വിതരണം ചെയ്ത കമ്പനിയുടേതാണ് പാളിച്ചയെങ്കിലും ഇത് ബ്രാൻഡിന്റെ ജനപ്രീതിയെ ബാധിച്ചു. പിന്നീട് തുറന്ന കമ്പനി പക്ഷേ വേണ്ട വിധം ക്ലിക്കായില്ല. കഴിഞ്ഞ ദിവസം കമ്പനി പാപ്പരായെന്ന് മേധാവിമാർ തന്നെ പ്രഖ്യാപിച്ചു. ഇതോടെ റിയാദിലെ കോടതി ആസ്തികൾ വിറ്റ് ബാധ്യത തീർക്കാൻ കമ്പനിയോട് നിർദ്ദേശിച്ചു. ഈ നടപടികൾ പൂർത്തിയാക്കുമ്പോൾ ബ്രാൻഡ് വിപണിയിൽ നിന്നും അപ്രത്യക്ഷമാകും. മീഡിയ 1 റിയാദ്. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനൊരുങ്ങി ഖത്തറും ഈജിപ്തും. ഇതുമായി ബന്ധപ്പെട്ട ഇരു രാഷ്ട്രങ്ങളുടെയും ഉന്നതതല സമിതിയുടെ 6ാം സെഷൻ കെയ്റോയിൽ നടന്നു. ഈജിപ്തിൽ $7.5 ബില്യൺ നിക്ഷേപമടക്കമുള്ള പദ്ധതികൾ ഇരു കക്ഷികളും ചർച്ച ചെയ്തു. ഖത്തർ പ്രധാനമന്ത്രി അടക്കമുള്ളവർ സംയുക്ത സെഷനിൽ പങ്കെടുത്തു. ബഹ്റൈനിൽ വൃക്ക വിൽക്കാനുണ്ടെന്ന വ്യാജേന വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ചയാളെ റിമാൻഡ് ചെയ്തു. ആഫ്രിക്കൻ പൗരനാണ് പിടിയിലായത്. പണത്തിനു വേണ്ടി തന്റെ വൃക്ക വിൽക്കുകയാണെന്ന് തെറ്റായി അവകാശപ്പെട്ട് വീഡിയോ ചിത്രീകരിക്കുകയും അത് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയുമായിരുന്നു. സമൂഹമാധ്യമങ്ങളുടെ ദുരുപയോഗത്തിനെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ തുടർന്നും നടപടി സ്വീകരിക്കുമെന്ന് സൈബർ ക്രൈം പ്രോസിക്യൂഷൻ മേധാവി അറിയിച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ കാർ വിൻഡോ ടിന്റിംഗ് സേവനങ്ങൾ നൽകുന്ന വ്യാജ അക്കൗണ്ടുകൾ വ്യാപകമാകുന്നതായും ഇത്തരം തട്ടിപ്പിനെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം. കുറഞ്ഞ നിരക്കിലും വേഗത്തിലും സേവനം നൽകുമെന്ന് അവകാശപ്പെട്ട് ഓൺലൈൻ പേജുകളിലൂടെ പ്രചാരണം നടത്തിയാണ് തട്ടിപ്പ് നടത്തുന്നത്. വ്യാജ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകാതെ പണം കൈമാറുന്നതിന് മുൻപ് സ്ഥാപനത്തിന് വാണിജ്യ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നും ശരിയായ വിലാസമുണ്ടോ എന്നും ഉറപ്പുവരുത്തണമെന്ന് മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു.
AFC Under-23 യോഗ്യതാ മത്സരങ്ങൾക്കായുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീം ഖത്തറിലെത്തി. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആരാധകർ ടീമിനെ വരവേറ്റു. 3 യോഗ്യതാ മത്സരങ്ങൾക്കാണ് ഖത്തർ വേദിയാകുന്നത്. മലയാളി താരങ്ങളായ വിപിൻ മോഹനൻ, മുഹമ്മദ് സനാൻ, മുഹമ്മദ് ഐമൻ തുടങ്ങിയവർ ഉൾപ്പെട്ട ഇന്ത്യൻ ടീം വെള്ളിയാഴ്ച ഉച്ചക്കാണ് അഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. ടീമിനെ ഖത്തർ മഞ്ഞപ്പടയുടെ നേതൃത്വത്തിൽ ആരാധകർ പൂക്കൾ നൽകി സ്വീകരിച്ചു. ആതിഥേയരായ ഖത്തർ അടങ്ങുന്ന ഗ്രൂപ്പ് എച്ചിലാണ് ഇന്ത്യ മത്സരിക്കുന്നത്. ബഹ്റൈൻ, ബ്രൂണൈ എന്നിവയാണ് മറ്റു 2 ടീമുകൾ. സെപ്റ്റംബർ 3-ന് ബഹ്റൈനെതിരെ സുഹൈം ബിൻ ഹമദ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. 6-ന് നടക്കുന്ന 2ാം മത്സരത്തിൽ ശക്തരായ ഖത്തറാണ് എതിരാളികൾ. അബ്ദുള്ള ബിൻ ഖലീഫ സ്റ്റേഡിയം മത്സരത്തിന് വേദിയാകും. 9-ന് നടക്കുന്ന അവസാന പോരാട്ടം ബ്രൂണയ്ക്കെതിരെയാണ്. സുഹൈം ബിൻ ഹമദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 11 ഗ്രൂപ്പുകളിലായി 44 ടീമുകളാണ് ഏഷ്യൻ കപ്പ് യോഗ്യതയ്ക്കായി മത്സരിക്കുന്നത്. ഗ്രൂപ്പ് ജേതാക്കളും മികച്ച 4 2ാം സ്ഥാനക്കാരും ടൂർണമെന്റിലേക്ക് യോഗ്യത നേടും. 2026 ജനുവരിയിൽ സൗദി അറേബ്യയാണ് Under-23 ഏഷ്യൻ കപ്പിന് വേദിയാകുന്നത്. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി താജിക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക്, ഇറാഖ് യൂത്ത് ടീമുകളുമായി ഇന്ത്യ സൗഹൃദ മത്സരം കളിച്ചിരുന്നു. മീഡിയ 1 ദോഹ. UAEയിൽ നടക്കുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ഏറ്റവും കൂടുതൽ പേർ ഉറ്റുനോക്കുന്ന ഇന്ത്യ പാക് മത്സരത്തിന് ടിക്കറ്റ് എടുക്കാൻ ഇപ്പോൾ കുറഞ്ഞത് 1400 ദിർഹം അഥവാ 33,600 രൂപയിലേറെ നൽകേണ്ടി വരും. സെപ്റ്റംബർ 9 മുതൽ ദുബായിലും അബുദാബിയിലുമായാണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുക. platinumlist.net എന്ന വെബ്സൈറ്റിലൂടെ ഇന്ന് വൈകുന്നേരം മുതലാണ് ഏഷ്യ കപ്പിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചത്. ഇന്ത്യ പാക് മത്സരം കാണാൻ പാക്കേജ് ടിക്കറ്റ് എടുക്കണം. ഈ മാച്ചും ഫൈനലും ഉൾപ്പെടെ 7 മത്സരങ്ങളുടെ പാക്കേജിന് ഏറ്റവും കുറഞ്ഞ നിരക്ക് 1400 ദിർഹം അഥവാ 33,600 രൂപയാണ്. ഈ പാക്കേജിൽ ഉൾപ്പെടുന്ന മാച്ചുകളിൽ ഒന്നിന് മാത്രമായി ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം ഇപ്പോൾ വെബ്സൈറ്റിലില്ല. എന്നാൽ അബുദാബിയിൽ നടക്കുന്ന മറ്റു മത്സരങ്ങൾക്ക് 40 ദിർഹം മുതൽ ടിക്കറ്റുണ്ട്. ദുബൈയിൽ നടക്കുന്ന മറ്റു മത്സരങ്ങൾക്ക് 50 ദിർഹത്തിനും ടിക്കറ്റ് ലഭ്യമാണ്. 1400 ദിർഹം മുടക്കി പാക്കേജ് ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ പാക് മത്സരത്തിന് പുറമെ UAEയുടെ മത്സരവും ആസ്വദിക്കാം. സൂപ്പർ 4 റൗണ്ടിലെ 4 മത്സരങ്ങളും ഫൈനൽ മത്സരവും കാണാൻ ഇവർക്ക് അവസരമുണ്ടാകും. വരും ദിവസങ്ങളിൽ ദുബായ്, അബുദാബി സ്റ്റേഡിയങ്ങളിലെ ഓഫീസുകൾ വഴിയും ടിക്കറ്റുകൾ ലഭ്യമായിരിക്കും. ഗൾഫിൽ നിന്ന് UAEയും ഒമാനും ഉൾപ്പെടെ 8 ടീമുകളാണ് ഇക്കുറി ഏഷ്യ കപ്പിൽ മാറ്റുരയ്ക്കുന്നത്. സെപ്റ്റംബർ 10-ന് UAEക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. സെപ്റ്റംബർ 14-നാണ് ഇന്ത്യ പാക് പോരാട്ടം. സെപ്റ്റംബർ 28-നായിരിക്കും ഏഷ്യ കപ്പിന്റെ കലാശപ്പോര്. മീഡിയ 1 ദുബായ്. OICC ഇൻകാസ് തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ പോസ്റ്റർ ചാണ്ടി ഉമ്മൻ MLA പ്രകാശനം ചെയ്തു. ഒക്ടോബറിലാണ് ടൂർണമെന്റ് അരങ്ങേറുക. ബാബു കേച്ചേരി, നാസർ വടക്കേക്കാട്, ജുട്ടാസ് പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ മദീന ഹൈപ്പർ മാർക്കറ്റിന്റെ സൗദിയിലെ 3ാമത്തെ ശാഖയ്ക്ക് റിയാദിൽ തുടക്കമായി. മുനവർ അലി ശിഹാബ് തങ്ങൾ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓഫറുകളാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ദുബായിലാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ്. റിയാദിലെ തുബൈക്ക് അഹമ്മദ് ബിൻ ഖത്താബ് റോഡിലാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ്. സൗദിയിലെ 3ാമത്തെ ശാഖക്കാണ് തുടക്കമായത്. മുനവർ അലി ശിഹാബ് തങ്ങൾ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എംബസി പ്രതിനിധികളായ ഋഷി ത്രിപതി, രമേശ് കുമാർ, പ്രിജിത്ത് മത്തായി, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് പോയിൽ, സലീം വലിയപറമ്പത്ത്, ഹാരിസ് കണ്ടമ്പത്ത് തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. പ്രീമിയം ലെവൽ സ്റ്റോർ ആണ്. കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സൗദി കസ്റ്റമേഴ്സിനാണ്. ഫിഷ്, മീറ്റ്, ഡെലി, ബേക്കറി ആൻഡ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ. അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുക, ഏറ്റവും നല്ല പ്രൈസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളെ ഒരു തോട്ടുള്ളത്. ഡോക്ടർ അബ്ദുൽ അസീസ് മുത്തേരി, അബ്ദുള്ള സാദ് അൽ മുക്രീൻ തുടങ്ങിയവർ ചടങ്ങിൽ അതിഥികളായെത്തി. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ഐഫോൺ അടക്കമുള്ള ആകർഷകമായ സമ്മാനങ്ങളും നേടാം. ഉപഭോക്താക്കൾക്ക് പുതിയൊരു അനുഭവം നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വളരെ ഉന്നത നിലവാരമുള്ള ഉൽപ്പന്നങ്ങളും ഇന്നേ വരെ റിയാദ് കണ്ടിട്ടില്ലാത്ത വിധം ഓഫറുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്.
ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സാലിം മുഹമ്മദ് ഖത്താനി, നാസർ ഫക്കീര, അൻസാർ നെല്ലിക്കുളത്തിൽ, അഷ്റഫ് കരിമ്പിലക്കണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1 റിയാദ്. ട്രാവൽസ് ആൻഡ് ടൂറിസം മേഖലയിൽ 3 പതിറ്റാണ്ടിലേറെ സേവനം നൽകിയ ഗ്ലോബൽ ട്രാവൽസ് ജിദ്ദയിലും പ്രവർത്തനം ആരംഭിച്ചു. ഷറഫിയക്കടുത്തുള്ള ബാഗ്ദാദിയ സ്ട്രീറ്റിലാണ് പുതിയ ബ്രാഞ്ച്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുത്തവർക്ക് മക്ക മദീന യാത്രകൾ സൗജന്യമായി ഒരുക്കും. പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഗ്ലോബൽ ട്രാവൽ ആൻഡ് ടൂറിസം ജിദ്ദയിലെത്തുന്നത്. പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മലയാളം ന്യൂസ് സൗദി എഡിറ്റർ ഇൻ ചീഫ് താരിഖ് മിഷ്ഖാൻ നിർവഹിച്ചു. മൂന്ന് പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും സാധാരണക്കാരന്റെ യാത്രാ പാർട്ണറായി സ്ഥാപനം മാറി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യഥേഷ്ടം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സൗകര്യം ഇവിടുത്തെ സ്വദേശികൾക്കും നമ്മുടെ ജിദ്ദ പ്രവാസികൾക്കും അനുഭവിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക എന്നതാണ് ഗ്ലോബൽ ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ ഏറ്റവും പ്രഥമ ദൗത്യം. നിലവിൽ റിയാദ്, ഷിഫ, സനയ്യ, ഹൈൽ ഫവാസ്, സുലൈ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഷറഫിയയിൽ സഫിയ റെസ്റ്റോറന്റിന് സമീപമാണ് പുതിയ ബ്രാഞ്ച്. നാട്ടിൽ നിന്ന് വിദേശത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഉംറയോടൊപ്പം ഈ രാജ്യത്തെ വിവിധ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും സന്ദർശിക്കാനുള്ള അവസരം ഗ്ലോബൽ ട്രാവൽസ് ഒരുക്കുന്നതാണ്. അതിനുള്ള പദ്ധതികളുമായാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിസ സേവനങ്ങൾ, ടിക്കറ്റ് ബുക്കിംഗ്, ആഭ്യന്തര അന്തർദേശീയ ഹോളിഡേ പാക്കേജുകൾ, സന്ദർശന വിസ, ഇൻഷുറൻസ്, പാസ്പോർട്ട് പുതുക്കൽ തുടങ്ങിയവയെല്ലാം ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. പ്രവാസികൾക്ക് ദുബായ്, ഈജിപ്ത്, ജോർജിയ, അസർബൈജാൻ, തുർക്കി തുടങ്ങി വിവിധ രാജ്യങ്ങളിലേക്കുള്ള പ്രത്യേക പാക്കേജുകളും ബ്രാഞ്ച് വഴി ലഭ്യമാകും. അൽ അമൂദി ഗ്രൂപ്പ് സിഇഒ ഉസ്മാൻ അൽ അമൂദി, TMA റൌഫ്, സലാഹ് കാരാടൻ, VP മുസ്തഫ എന്നിവർ സംബന്ധിച്ചു. മീഡിയ 1 ജിദ്ദ. മിഡിസ് ചവർ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.